ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. നമ്മൾ നടന്നു തീർത്ത വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും ഏതൊരാളും. കാരണം അത്രത്തോളം ദൈവപ്രവൃത്തികൾ നമ്മുടെ ഓരോ ദിവസങ്ങളിലും അല്ല ഓരോ നിമിഷങ്ങളിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നതിന് തർക്കമില്ല. എങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവർക്കും അവരവരുടേതായ ഒരു സാക്ഷ്യം പറയാനുണ്ട് ദൈവം നടത്തിയ വഴികളെക്കുറിച്ച്. ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 37 സങ്കീർത്തനം 25 വാക്യം വായിക്കട്ടെ. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായിരുന്ന ദാവീദ് താൻ എഴുതിയ അനവധി സങ്കീർത്തനങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 37 സങ്കീർത്തനം എന്നത് വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഓരോരുത്തർക്കും തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ സങ്കീർത്തനം ദുഷ്ടനെയും നീതിമാനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിലും അവയിൽ ആശ്രയിക്കുന്നവരെ ഉറപ്പിക്കുന്ന ഈരടികളുടെ ഒരു സമാഹാരമാണ് ഈ സങ്കീർത്തനമെന്ന് നമുക്ക് ബോധ്യപ്പെടും. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ: ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരാളോടുമുള്ള വ്യക്തിപരമായ ചില സന്ദേശങ്ങളാണ് ഇതിനകത്തുന്നത്. നമുക്ക് ഏതൊരാൾക്കും പെട്ടെന്ന് ബോധ്യമാകും. കാരണം നീ മുഷിയരുത്, നീ അസൂയപ്പെടരുത്, ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ആ സംബോധന അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഒന്ന് ചേർത്ത് പറയട്ടെ. നിനക്ക് എതിരെ കൂടുതൽ ദുഷ്പ്രവർത്തികൾ ഏത് തലത്തിൽ നിന്ന് ഉയർന്നു വന്നാലും അധികം വേഗത്തിൽ ഉണങ്ങാനുള്ള സാധ്യതയുണ്ട്. നീയല്ല, മറിച്ച് നിനക്കെതിരെ ദുഷ്പ്രവർത്തിക്ക് കോപ്പുകൂട്ടുന്നവർ. ഇതിൻ്റെ വിശദീകരണം ഒന്ന് നോക്കിക്കേ. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങും, പച്ചച്ചെടി പോലെ വാടിപ്പോകും. എന്നാൽ 23-24 വാക്യങ്ങൾ നോക്കിയാലോ: ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരെ നോക്കി നീ അസൂയപ്പെട്ടുകൊണ്ടിരുന്നാൽ ഈ നിലയിലുള്ള ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തില്ല. അതായിട്ട് പറയുന്നത്, അവൻ വീണാലും നിലം പരിചാകയില്ല, യഹോവ അവനെ കൈക്ക് പിടിച്ച് താങ്ങുന്നു. നീ എഴുന്നേൽക്കത്തില്ല, നിലം പരിചായി പോകും എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ഒരു കാര്യം മറക്കണ്ട, കയ്യിൽ പിടിച്ചിരിക്കുന്നത് ദൈവമാണെന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അസൂയപ്പെടരുത് എന്ന് മാത്രമല്ല, മുഷിയുക പോലും അരുത് എന്നല്ലേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന വഴികൾ അത് ദൈവികമാണ്. നമ്മൾ അങ്ങോട്ട് മാത്രം നോക്കിയാൽ മതി, വേറെ എങ്ങോട്ടും നമ്മൾ നോക്കുവാൻ പാടില്ല. ഈ ലോകത്തിലേക്ക് ഏതൊരു മനുഷ്യനെ ദൈവം അയച്ചിട്ടുണ്ടെങ്കിലും അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി മറ്റൊരാളെ തകർക്കുവാനോ മറ്റൊരാൾക്ക് നേരെ ഏതെങ്കിലും നിലയിലുള്ള അമ്പുകൾ എയ്യുവാനോ അല്ല, അവർക്കെതിരെ അസൂയപ്പെടുവാനോ അവർക്കെതിരെ മുഷിയുവാനോ ഒന്നുമല്ല. മറിച്ച് ഒരു കാര്യം മറക്കണ്ട, ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് ആക്കിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ യേശുനാഥൻ പഠിപ്പിച്ചത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങളെ ഉണങ്ങാനാണോ വളരാനാണോ വിളിച്ചതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊള്ളുക. ഉണങ്ങാനാണെങ്കിൽ അസൂയ നിർത്തരുത്, ദുഷ്പ്രവൃത്തി നിർത്തരുത്. അല്ല, വളരാനാണെങ്കിൽ ഒരു കാരണവശാലും ദുഷ്പ്രവൃത്തിയും അസൂയയും നമുക്ക് വേണ്ട. തൻ്റെ ജീവിത ആരംഭം മുതൽ അധികാരക്കസരയിൽ അവരോധിക്കപ്പെട്ട നാൾ വരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, അല്ല കുറെ കൂടി കഴിഞ്ഞ് തൻ വൃദ്ധനായ സമയത്ത് തൻ്റെ സാക്ഷ്യമെന്നോണം ദാവീദ് പറയുന്നതാണ് നമ്മൾ വായിച്ച വാക്യം: ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ ഞാൻ വൃദ്ധനാണ്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നോക്കൂ പ്രിയരെ, നീതിമാൻ നിശ്ചയമായും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത വഴികളിൽ ആരോടും അസൂയപ്പെടാതെ ആരോടും മുഷിയാതെ ദൈവസ്നേഹത്തിൽ വർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.